ഹലോ ഗൈസ്, ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയതാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോയത്. ഞങ്ങൾ മസ്കബണ്ണും നീലോഫർ ചായ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേർക്ക് ചായയും പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്ക് ചായ പറഞ്ഞപ്പോൾ 540 രൂപ ബില്ലാണ് കേട്ടോ. ഒരു GST അടക്കം തന്നെയാണ്. 540 രൂപ വരുന്ന GST അടക്കം തന്നെയാണ്. പിന്നെ അത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനനുസരിച്ചുള്ള വിലയുണ്ട്. ഇപ്പം ഞാൻ ഇത്ര വില എന്താണ് സംഭവം വെറുതെ അന്വേഷിച്ച് നോക്കി. ഈ കടകര മുതലാളിയുടെ പേര് ബാബറാവ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ബാബറാവ്. ഇതിലെന്താ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീലോഫർ കഫേയിൽ ആള് ക്ലീനറായിട്ട് വർക്കിന് വന്ന ഒരാളാണ്. വെറും ക്ലീനറായിരുന്നു അവിടെ. പിന്നെ അങ്ങനെ അറ്റൻഡറായി, പിന്നെ വെയിറ്ററായൊക്കെ എല്ലാം ചെയ്ത് ഇപ്പോൾ ആളൊരു 15 കൊല്ലം ആൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ കട ആൾ സ്വന്തമായിട്ട് മേടിച്ചു. ലക്കിടിക്കപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഈ ഷോപ്പ് ഫസ്റ്റായിട്ട് വന്നത്. അപ്പോൾ അവിടെയാണ് ആൾ ജോലി ചെയ്ത് ആ കട അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആൾ ഇപ്പോൾ ഒരു 5 ബ്രാഞ്ച് ഉണ്ട് ഇവർക്ക്, 5 ഷോപ്പുണ്ട് ഇവർക്ക് കഫേ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോരോ ഒക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളൊന്നുമല്ല, വെറുതെ ബെന്നെന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷേ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഈ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനി ചായ ഒക്കെ ഉണ്ട് അവിടെ. ഇറാനി ചായ ഞങ്ങൾ കഴിച്ചത് നീലോഫർ ചായയാണ് കേട്ടോ. നല്ല കട്ടിയാണ് ചായ. പാല് അവരുടെ മിൽക്കിന് ഭയങ്കര പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ എങ്ങനെയാണ് ആളുടെ ഒരു വളർച്ച കണ്ടോ. നമ്മളൊരു ക്ലീനറാണെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരാളെ താത്തി ഒന്നും പറയരുത്. ചിലപ്പോൾ ആ ഷോപ്പ് അവർക്ക് മേടിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ മേടിച്ചിരിക്കും. വേറെ ബ്രാഞ്ചസ് കൊണ്ടുവരും ചെയ്യും. അപ്പോൾ അവർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട്. നിങ്ങളും ഹൈദരാബാദിൽ വരുമ്പോൾ, ഞാൻ പോയത് ഇന്നലെ ഹൈടെക് സിറ്റിയിലാണ് കേട്ടോ. ഇത് 4-5 ഷോപ്പുണ്ടെന്ന്. ഹൈടെക് സിറ്റി, RJ എയർപോർട്ട്, പിന്നെ ഇതവിടെ ലക്കിടിക്കപ്പോൾ, അങ്ങനെ വേറെ 2 സ്ഥലം, ബഞ്ചാര ഹിൽസ്, റെഡ് ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഇതിലെ ഈ കഫേ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നല്ല റേറ്റ് ആയിരിക്കും. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ പോകണം. ഫാമിലിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പറമ്പിൻ്റെ ഒരു സൈഡ് വിട്ടിട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ തനിയൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം, കഴിച്ച് നോക്കും എന്തായാലും.